നമ്മൾ നോർമലി വെയർ ചെയ്യുന്ന ഫോർമൽ പാൻസ് കുറച്ചുകൂടെ ലുക്ക് എൻഹാൻസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ ആ വേസ്റ്റിൻ്റെ വിടുത്താണ്. നമ്മുടെ സാധാരണ ഫോർമൽ പാൻസിൻ്റെ വേസ്റ്റ് വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ചാണ്. അത് നമ്മളൊരു 2.5 ഇഞ്ചിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ബട്ടണിന് പകരം ഡബിൾ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. സെയിം ടൈം ആ വിടുത്ത് കൂടുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് 2 സൈഡ് അഡ്ജസ്റ്റേഴ്സ് വെക്കാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കുറച്ച് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും, പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ഒരു വേറെ ലുക്കാണ് അത് ഡെലിവർ ചെയ്ത് തരാം. രണ്ടാമത്തെ പോയിന്റ് നമ്മളെ ലെങ്ത്തിലേക്ക് വരുമ്പോഴാണ്. നിങ്ങൾ ഒരു കാരണവശാലും സ്ലിം ഫിറ്റ് പോലെ അല്ലെങ്കിൽ സ്കിന്നി ഫിറ്റ് പോലെ നാരോ ഫിറ്റ് പോലത്തെ ഫോർമൽ പാൻസ് ചൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് ശരിക്കും ഫോർമൽ പാൻസ് എന്നുള്ളത് ആ കാറ്റഗറിയിൽ തന്നെ അത് മാറിപ്പോകും. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് പാൻസ് വെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടം, പാൻസിൻ്റെ ബോട്ടം ഒരു 15 to 16 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ കഫ് ആഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പാൻസിന് കഫ് ആഡ് ചെയ്യാം. ആ കഫ് കാണുമ്പോൾ തന്നെ അത് സംതിങ് ഡിഫറെൻ്റ് ആണ്. സ്റ്റൈൽ എന്താ ആ രീതിയിൽ നമുക്ക് കാണപ്പെടും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കേസ്, നമ്മൾ വേസ്റ്റിൻ്റെ വിടുത്ത് കൂട്ടുക, അതേപോലെ സൈഡ് അഡ്ജസ്റ്റേഴ്സ് ആഡ് ചെയ്യുക, സ്ട്രൈറ്റ് ഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ബോട്ടം കഫ് ആഡ് ചെയ്യുക. സോ നോർമൽ കാണുന്ന ഫോർമൽ പാൻറ്റിൽ നിന്ന് സംതിങ് ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ആയിരിക്കും ഇപ്പം പറഞ്ഞ മെത്തേഡ്.